കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ഏകപക്ഷീയ ഭരണമെന്ന് ആക്ഷേപം. സിൻഡിക്കേറ്റിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിയാണ് വിസിയുടെ നീക്കങ്ങളെന്ന് സിൻഡിക്കേറ്റ് അംഗം എൻ സുകന്യ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചട്ടങ്ങൾ ലംഘിച്ചുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് രൂപീകരണത്തിന് പിന്നാലെ ഡെപ്യൂട്ടേഷൻ നിയമനങ്ങളിലും ഗുരുതരമായ അഴിമതിയും ദുരൂഹതയും നടക്കുന്നുണ്ടെന്നാണ് സിൻഡിക്കേറ്റിന്റെ ആക്ഷേപം. ലൈംഗിക പീഡന കേസുകളിൽ ഉൾപ്പെടെ ആരോപണ വിധേയനായ വ്യക്തിയെ സർവകലാശാലയിലെ പ്രധാന പദവിയിൽ നിയമിച്ചതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. അത് കായിക വിഭാഗത്തിലേക്ക് വന്നതിനല്ല യോഗ്യതയുടെ കാര്യം നമ്മൾ പറയുന്നത്. അദ്ദേഹത്തെ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ ചുമതലയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിന് യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം പറയുന്നത് സർവകലാശാലയിലെ അധ്യാപകരുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രൊഫസർമാർ അവരെയാണ് അതിലേക്ക് കൊണ്ടുവരേണ്ടത്. അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ അതിനുള്ള യോഗ്യതയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ ഡെപ്യൂട്ടേഷനിൽ വന്ന ഒരാളെ അങ്ങനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ വിസിയുടെ വളരെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ആ വ്യക്തിപരമായ താല്പര്യം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ട ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നടപ്പാക്കുക എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. തീർച്ചയായിട്ടും അതാണിപ്പോൾ വന്നിട്ടുള്ള സർക്കുലർ ചൂണ്ടിക്കാണിക്കുന്നത്. പുതുതായിട്ടുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ, ആ ഓറിയന്റേഷനിൽ FIUGPയുമായിട്ട് അവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം കുട്ടികൾക്ക് പല കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, FIUGPയുടെ പ്രത്യേകത എന്താണ്, അതിൽ അവർ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട, രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനു പകരം പുതിയ വിദ്യാഭ്യാസ നയം, കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സർക്കുലറിനകത്ത് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതും ഇതുവരെ കണ്ണൂർ സർവകലാശാല സ്വീകരിച്ചിരുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിയമനം റദ്ദ് ചെയ്യണം. പ്രവീണിന്റെ നിയമനം റദ്ദ് ചെയ്യണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. നിയമ നടപടിയോ അങ്ങനെ എന്തെങ്കിലും സാധ്യത സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇനി ഇത് തുടരുന്ന സ്ഥിതി ഉണ്ടായാൽ, അപ്പോൾ നമ്മൾ വിസിയെ കണ്ടിത് ആവശ്യപ്പെട്ടു, അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായാൽ, നമ്മൾ കരുതിയത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അത് വിളിച്ചു ചേർക്കുന്ന ഒരു സ്ഥിതി കാണുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കും എന്താണ് അതിന് ചെയ്യേണ്ടത്.